ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിവിധ സ്റ്റേഷനുകളിൽ അല്ലെങ്കിൽ യൂണിറ്റുകളിൽ ഒഴിവുള്ള 47 ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതാത് എയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് യൂണിറ്റിലേക്ക് നേരിട്ട് വേണം അപേക്ഷ സമർപ്പിക്കാനായിട്ട് മനസ്സിലാക്കുക. അപേക്ഷ ഇരിക്കുന്ന അവസാന തീയതി 2026 ജൂൺ 1 എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. വിവിധ വേക്കൻസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് ഉണ്ട്, അതേപോലെ ഹിന്ദി ടൈപ്പിസ്റ്റ് ഉണ്ട്, സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ, അങ്ങനെ 3 പോസ്റ്റുകളാണ് ഉള്ളത്. അതിലേക്ക് വിവിധ സ്ഥലങ്ങളിലായിട്ടാണ് വേക്കൻസികൾ. കാൺപൂര് ലോവർ ഡിവിഷൻ ക്ലർക്ക് 2 ഒഴിവുണ്ട്. ചെന്നൈ എയർഫോഴ്സ് സ്റ്റേഷൻ ചെന്നൈയിലെ LDC 1 ഒഴിവ്. അതേപോലെ പൂനെ എയർഫോഴ്സ് സ്റ്റേഷനിൽ LD ക്ലർക്ക് 2 ഒഴിവുണ്ട്. പിന്നെയുള്ളത് ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ്, ഗാന്ധിനഗർ ഡിസ്ട്രിക്റ്റിലെ, അവിടെ ലോവർ ഡിവിഷൻ ക്ലർക്കിന്റെ 1 ഒഴിവാണുള്ളത്. പിന്നെ അടുത്ത് ചെന്നൈ എക്യുപ്മെന്റ് ഡിപ്പോയിലെ LDC-മാരുടെ 3 ഒഴിവുകൾ, സിവിലിയൻ മെക്കാനിക്കൽ മോട്ടോർ ഡ്രൈവർമാരുടെ 1 ഒഴിവാണുള്ളത്. അടുത്തത് മഹാരാഷ്ട്ര നാസിക്കിലാണ്, അവിടെ LDC-യുടെ 1 ഒഴിവുണ്ട്. പിന്നെ അടുത്തത് പോസ്റ്റ് ഉള്ളത് മധ്യപ്രദേശിലെ എയർഫോഴ്സ് സ്റ്റേഷനാണ്, അവിടെ LDC-മാരുടെ 1 ഒഴിവുണ്ട്. പിന്നീടുള്ളത് കാൺപൂർ തന്നെയാണ്, ലോവർ ഡിവിഷൻ ക്ലർക്കിന്റെ, അത് എക്യുപ്മെന്റ് ഡിപ്പോയിലാണ് എയർഫോഴ്സിന്റെ, അവിടെ 2 ഒഴിവുകളുണ്ട്. അങ്ങനെ 14 LD ക്ലർക്കുമാരുടെ ഒഴിവാണ്. 13 LD ക്ലർക്കുമാരുടെയും 1 സിവിലിയൻ മോട്ടോർ ഡ്രൈവർമാരുടെയാണ് ഒഴിവുള്ളത്. അടുത്തത് ഹെഡ് ക്വാർട്ടേഴ്സ് ട്രെയിനിങ് കമാൻഡ് ഇന്ത്യൻ എയർഫോഴ്സിന്റെയാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ LDC-മാരുടെ 1 ഒഴിവുണ്ട്. അടുത്തത് ചെന്നൈ താമ്പരത്ത് ലോവർ ഡിവിഷൻ ക്ലർക്ക് LDC-യുടെ 1 ഒഴിവുണ്ട്. പിന്നീടുള്ളത് ഹൈദരാബാദിലെ ഹിന്ദി ടൈപ്പിസ്റ്റിന്റെ 1 ഒഴിവുണ്ട്. കമാൻഡിംഗ് ഓഫീസർ താമ്പരം ചെന്നൈയില്, അവിടെയും LDC-മാരുടെ 1 ഒഴിവാണുള്ളത്. കമാൻഡിംഗ് ഓഫീസർ ട്രെയിനിങ് കമാൻഡ് അത് ബാംഗ്ലൂരിലാണ്, LD ക്ലർക്കുമാരുടെ 1 ഒഴിവാണുള്ളത്. അങ്ങനെ ഹെഡ് ക്വാർട്ടേഴ്സ് ട്രെയിനിങ് കമാൻഡിലെ 5 ഒഴിവുകളാണുള്ളത്. അടുത്ത ഹെഡ് ക്വാർട്ടേഴ്സ് സെൻട്രൽ കമാൻഡാണ്, അത് ഉത്തർപ്രദേശിലെ LD ക്ലർക്കുമാരുടെ 1 ഒഴിവുണ്ട്. അടുത്ത ബറേലി ഉത്തർപ്രദേശ്, അവിടെയും ഹിന്ദി ടൈപ്പിസ്റ്റിന്റെ 1 ഒഴിവുണ്ട്. അത് മധ്യപ്രദേശിലെ അവിടെയും ഹിന്ദി ടൈപ്പിസ്റ്റിന്റെ 1 ഒഴിവുണ്ട്. അങ്ങനെ 3 ഒഴിവുകളാണ് അവിടെ ഉള്ളത്. അടുത്തത് ഹെഡ് ക്വാർട്ടേഴ്സ് വെസ്റ്റേൺ കമാൻഡാണ്. വെസ്റ്റേൺ കമാൻഡിലെ ഹരിയാനയിലെ ഹിന്ദി ടൈപ്പിസ്റ്റിന്റെ 1 ഒഴിവുണ്ട്. അടുത്തത് ജലന്ധറിലെ LDC-മാരുടെ 1 ഒഴിവുണ്ട്. പിന്നീടുള്ളത് ലുധിയാനയിലും ഹിന്ദി ടൈപ്പിസ്റ്റിന്റെ 1 ഒഴിവുണ്ട്. പിന്നീടുള്ളത് പത്താൻകോട്ട് പഞ്ചാബിലാണ്, അവിടെ സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവറുടെ 1 ഒഴിവാണുള്ളത്. എയർഫോഴ്സ് കമാൻഡിംഗ് ഹിന്ദി ടൈപ്പിസ്റ്റിന്റെ 1 ഒഴിവുണ്ട്. അവിടെ 6 ഒഴിവുകളാണ്. അപ്പോൾ അടുത്തത് ഈസ്റ്റേൺ കമാൻഡ്, അത് ആസാമിലെ LDC-മാരുടെ 1 ഒഴിവുണ്ട്. ആസാമിലെ അതേപോലെ ഹിന്ദി ടൈപ്പിസ്റ്റിന്റെ 1 ഒഴിവുണ്ട്. പിന്നീടുള്ളത് എയർഫോഴ്സ് കമാൻഡിംഗ് എയർഫോഴ്സ് സ്റ്റേഷൻ ഗുവാഹട്ടിയിലെ LD ക്ലർക്കുമാരുടെ 1 ഒഴിവുണ്ട്. മൊഹബാരി, അതും ആസാമിലാണ്, അവിടെയും LDC-മാരുടെ 1 ഒഴിവുണ്ട്. അടുത്തതും മൊഹബാരിയിലാണ്, അതും ആസാമിലാണ്, LDC-മാരുടെ 1 ഒഴിവുണ്ട്. എയർഫോഴ്സ് കമാൻഡിംഗ് വെസ്റ്റ് ബംഗാളിലെ സിവിലിയൻ മോട്ടോർ ട്രാൻസ്പോർട്ട് ഡ്രൈവറുടെ 1 ഒഴിവുണ്ട്. അടുത്ത സദേൺ കമാൻഡ് ഉൾപ്പെടുന്ന കേരളത്തിൽ വരുന്നത്, കേരള റീജിയനിൽ വരുന്നത് സൗത്ത് വെസ്റ്റേൺ റീജിയൻ ആണ്. അടുത്തത് അത് മഹാരാഷ്ട്രയിലെ ഹിന്ദി ടൈപ്പിസ്റ്റിന്റെ 1 ഒഴിവുണ്ട്. ഗുജറാത്തിലെ ലോവർ LDC-മാരുടെ 1 ഒഴിവ്. പിന്നീടുള്ളത് രാജസ്ഥാനിലെ ഹിന്ദി ടൈപ്പിസ്റ്റിന്റെ 1 ഒഴിവുണ്ട്. മുംബൈ എയർഫോഴ്സ് സ്റ്റേഷനിലെ ഹിന്ദി ടൈപ്പിസ്റ്റിന്റെ 1 ഒഴിവുണ്ട്. എയർഫോഴ്സ് സ്റ്റേഷൻ ജാംനഗർ ഗുജറാത്തിലെ LDC-മാരുടെ 1 ഒഴിവുണ്ട്. അടുത്ത സദേൺ റീജിയൻ ആണ് കേരളത്തിൽ വരുന്നത്. അതിൽ തിരുവനന്തപുരത്ത് ഹിന്ദി ടൈപ്പിസ്റ്റിന്റെ 1 ഒഴിവാണ്. സദേൺ കമാൻഡിംഗ് ഓഫീസർ ഹെഡ് ക്വാർട്ടേഴ്സ് എയർ കമാൻഡ് ആക്കുളം തിരുവനന്തപുരം, അവിടെ ഹിന്ദി ടൈപ്പിസ്റ്റിന്റെ 1 ഒഴിവ് മാത്രമാണ് കേരളത്തിലേക്കുള്ളത്. പിന്നീടുള്ളത് ഇൻഡിപെൻഡന്റ് യൂണിറ്റുകളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലോക് കല്യാൺ ബാഗ് ന്യൂഡൽഹി LDC-യുടെ 3 ഒഴിവുകളുണ്ട്. ഗുർഗോൺ, അവിടെ LDC-മാരുടെ 1 ഒഴിവുണ്ട്. ന്യൂഡൽഹിയിൽ അതുപോലെ LDC-യുടെ വേറൊരു ഒഴിവുണ്ട്. അടുത്തത് എയർഫോഴ്സ് കമാൻഡിംഗ് സ്റ്റേഷൻ സുബ്രതോ പാർക്ക്, അതും ന്യൂഡൽഹിയാണ്, അവിടെ 2 ഒഴിവുണ്ട്. അങ്ങനെ 7 ഒഴിവുകളാണുള്ളത്. ഇത്രയാണുള്ളത്. ഏജ് പറഞ്ഞിട്ടുള്ളത് 18 വയസ്സിനും 25 വയസ്സിനും ഇടയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 3 വർഷം OBC-ക്കാർക്കും SC/ST-ക്കാർ 5 വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും ഉയർന്ന പ്രായപരിധിയിലെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. എക്സ്-സർവീസ്മെൻ കാൻഡിഡേറ്റ്സ് അവരുടെ സർവീസ് അനുസരിച്ചായിരിക്കും ഇളവ് ലഭിക്കുക എന്ന് വരുത്തിരിക്കുക. അടുത്ത LDC-മാർക്കിടെ ശമ്പളം ലെവൽ 2 അപ്പോയിന്റ്മെന്റ് ആണ്. വേണ്ട യോഗ്യത +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ഇംഗ്ലീഷ് 35 വേർഡ്സ് പെർ മിനിറ്റ്, ഹിന്ദി ആണെങ്കിൽ 30 വേർഡ്സ് പെർ മിനിറ്റിലെ സ്പീഡ് ഉണ്ടായിരിക്കണം. ഹിന്ദി ടൈപ്പിസ്റ്റിലും അതേപോലെ ലെവൽ 2 ആണ്, 12ാം ക്ലാസ് പാസ്സായിരിക്കുക. ഇതേ യോഗ്യത 35 വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷിലും, ഹിന്ദിയിലാണ് 30 വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കണം. സിവിലിയൻ മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവറിലേക്ക് പോസ്റ്റിലേക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതുപോലെ വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് വേണ്ട യോഗ്യത.
ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷന്, അതുപോലെ മറ്റു ഡോക്യുമെന്റ്സ് ഒക്കെ ചെയ്ത് സ്ക്രൂട്ടനൈസ് ചെയ്തായിരിക്കും സെലക്ഷന് വേണ്ടി ഇന്റർവ്യൂ വിളിക്കുക. അതിനുശേഷമുള്ളവർക്കാണ് കോൾ ലെറ്റർ ലഭിക്കുക. റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും, ചിലതിന് സ്കിൽ ടെസ്റ്റ് ഉണ്ടാകും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. LD ടൈപ്പ് ഹിന്ദി ടൈപ്പിസ്റ്റ് ആണ്. ജനറൽ ഇന്റലിജൻസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ് തുടങ്ങിയായിരിക്കും സിലബസിലുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അത് ഇതോടൊപ്പമുള്ള ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഈ ഫോം തന്നെ ഫില്ല് ചെയ്ത് പറഞ്ഞിട്ടുള്ള അതാത് സെന്ററുകളിലെ അഡ്രസ്സിലേക്ക് വേണം നിങ്ങൾ നേരിട്ട് അയച്ചു കൊടുക്കാനായിട്ടുള്ളത്. June 1 ലാസ്റ്റ് ഡേറ്റ്. നോട്ടിഫിക്കേഷന്റെ ലിങ്കും അതുപോലെ ആപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള ലിങ്ക് ഞാൻ കമന്റ് ബോക്സ് കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഈ നോട്ടിഫിക്കേഷൻ വായിക്കാനും അതിന്റെ അഡ്രസ്സ് മനസ്സിലാക്കാനും ഈ ഫോർമാറ്റിൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കി വേണം നമ്മൾ അയക്കാൻ. അവസാന തീയതി June 1 ആണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. താല്പര്യമുള്ള ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.